അതവിടെ കിട്ടിയത് ഞങ്ങൾ അറിയാണ്ട് അത് കൂളായിട്ടൊക്കെ അതിന്റെ മാലും പോകിയെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മനസ്സിലായി. നീ ഒന്നിനും വിട്ടുകൊടുക്കരുത്. ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. മാവിലല്ലേ കല്ലെറിയൂ എന്നും പറഞ്ഞിരിക്കണല്ലേ. ഇവര് കളിയാക്കണെന്ന് മനസ്സിലായിട്ടില്ല. ദിവ്യ ആ കൂടെ കൂടിയ കഷ്ടാലമാണ് കേട്ടോ. പക്ഷെ അത് രസമുണ്ടായിരുന്നു. എന്ത് രസമുണ്ടായിരുന്നു. ഒരു കോർഡിനേഷൻ ഇല്ല. ഞാൻ ഒന്നും ചോദിക്കണമില്ല. അങ്ങനെ ഞങ്ങളെ സൈഡാക്കുന്നതായിരിക്കും. മലയാളികളല്ല, ബംഗാളികൾ കമന്റ് അടിക്കണല്ലേ. എന്റെ അടുത്ത് അത് വേണ്ട. കേക്ക് നിന്നെ കുറിച്ചാ പറയണം. നെഗറ്റീവാ. No, I had many scenes with him. Any negative about this boy? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഒരു നാടൻ്റെ ജീവിതം ഞാൻ പലയിടത്തും പറഞ്ഞു ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള താരചാടകളെന്ന് പറഞ്ഞ സംഭവം അങ്ങനത്തെ ഒരു പരിപാടി. നമ്മൾ ഒരുമിച്ച് എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നന്നായിട്ട് ഹിന്ദി അറിയാവുന്ന പെർഫോമൻസ് ആണ്. ഇന്റർവ്യൂവിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിയായിരിക്കും ഇവിടെ. ഒന്നുമില്ലാത്ത ഉണ്ണിലായിരിക്കുന്നു. ഉണ്ണിയുടെ അടുത്തേക്ക് പോണ ചിലപ്പോ ഉണ്ണീനെ നമ്മള് നാളെ നമ്മളെ പടത്തിന് വിളിക്കുമ്പോ ഉണ്ണി ലാലുവിനായിരിക്കും നമുക്ക് വേണ്ടി വരിക. നമ്മൾ ഉണ്ണി മൂന്നെ വിളിച്ചു പോയാൽ മണ്ണുണ്ണിയില്ല തോറ്റു പോയെങ്കിൽ സംബന്ധിച്ച് പോകും മകനെ. അപ്പൊ നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ 6 പേര്, ഇടതും വലുതുമായിട്ട് 3 പേര് ഇരിപ്പുണ്ട്. നമസ്കാരം. രണ്ട് സ്ത്രീകൾക്കിടയിൽ ഒരാണുണ്ട്. 2 സ്ത്രീകൾക്കിടയിൽ ഒരാണുണ്ട്. അവിടെ അല്ലേ എത്തുന്നുള്ളൂ. അവനവിടെ ഇരുത്തിയതാണോ അവനായി പോയിരുന്നത്? അല്ല, ഞാൻ ഇരുത്തിയതായിരുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചല്ല അവിടെ ഇട്ടിരുന്നത്. അവനെ ഉദ്ദേശിച്ചത് എന്തായാലും ഒരു കുഴപ്പമില്ല. നീ അവിടെ തന്നെ ഇരുന്നു. നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്. മുഖത്ത് ചെറിയ ജാഗ്രതയുണ്ട്. നിനക്ക് മാത്രമേ അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും. അല്ല, അങ്ങനെയാണ് ഈ 15 ഞാൻ എടുക്കുന്ന ആകെ 20 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും, 10 മിനിറ്റ് ഉണ്ണി ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കും. അങ്ങനെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ ആണല്ലേ. അപ്പൊ പുതിയ സിനിമ റിലീസ് ചെയ്യാണ് ധ്യാനെ. എനിക്കൊന്നും ഈ സിനിമയുടെ തുടക്കം മുതൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? ലൊക്കേഷൻ ആയിരുന്നു ഗംഭീര, ഒന്നും പറയാനില്ല. ഞാൻ ആ സമയത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. കാരണം എല്ലാരും അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അറിയുന്ന ആൾക്കാർ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവണം, ഈ രസങ്ങളൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല സിനിമ ചെയ്യുമ്പോൾ. പക്ഷെ അത്തരത്തിൽ ആസ്വദിച്ച് അർമാദിച്ച് ചെയ്ത സിനിമയാണ്. എന്നുവെച്ചാൽ ചിരിക്കാനില്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഫുള്ള് എൻജോയ്മെന്റ്. അത് നൈറ്റാണ് ഷൂട്ട്. വെളുപ്പിന് 4:30 മണി വരെയൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ അവസ്ഥ. അതിന് ഞങ്ങള് വിജയനങ്ങളിനോടും ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷനോടും എന്നും കാരണം മനസ്സറിഞ്ഞ് ചിരിക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് വേറെ സന്തോഷമൊന്നുമില്ല. നല്ല ഭക്ഷണം, നല്ല കുറെ മുഹൂർത്തങ്ങൾ, ചിരി, അതോടൊപ്പം തന്നെ യാതൊരു ടെൻഷനും ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ ഷൂട്ടിന് കഴിയുന്നവരെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇനി വിജയേട്ടൻ വിളിച്ചാൽ ഏത് സിനിമയ്ക്ക് ഏത് പാതിരാത്രി വേണം. അല്ല, ഇത് മൊത്തം നൈറ്റ് ഷൂട്ടായിരുന്നു ഏറ്റവും കൂടുതൽ. സാധാരണഗതിയിൽ നമുക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും എല്ലാവർക്കും 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു മടുപ്പായിരിക്കും. പക്ഷെ ഇത് ഒരാൾക്ക് പോലും ഉറക്കം വന്നിട്ട് പോലും ഇല്ല. അത്ര എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവരും. ഭയങ്കര രസമായിരുന്നു. വളരെ എൻജോയ്മെന്റ് ചെയ്ത ഒരു സിനിമയാണ്. അത് റിലീസിന് എത്തുകയാണ് അല്ലേ? റിലീസിന് എത്തുമ്പം ധ്യാനുള്ള പ്രതീക്ഷ എന്താണ് ഈ സിനിമയിൽ? പ്രതീക്ഷ അദ്ദേഹത്തിന്റെ സ്ഥിരം സിനിമകളിൽ നിന്ന് മാറി
പുള്ളി ആദ്യമായിട്ടൊരു വേറിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ള എഫേർട്ട് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നുവെച്ചാൽ പുള്ളിയുടെ സിനിമയിൽ സാധാരണ ഇന്ന കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സിനിമ അപ്പുറത്തേക്ക് ഇതിനകത്ത്, അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇതിനകത്ത് ടാഗ് പോലെ ഫൺ, ഫാമിലി, കോമഡി, ത്രില്ലർ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം എഴുതി വെച്ചില്ലെങ്കിലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കാരണം ഇതിനകത്ത് ഫണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിക്ക് പറ്റുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട്, നല്ല ഹ്യൂമറുണ്ട്, അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ഡിഫറെൻറ്റ് സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 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 എന്താ പറയണ്ടത്, ഗുഡ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന സിനിമയായിരിക്കും. വിഷ്ണു ഈ കുടുംബത്തിലെ അംഗമാണ്, ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുടുംബത്തിലെ അംഗമാണ്. ഞാനിപ്പോഴാണ് കയറിയത് ഈ കുടുംബത്തിലേക്ക്. വിഷ്ണുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഏത് സിനിമ എടുത്താലും വിഷ്ണുണ്ട്. തുടക്കം മുതൽ അന്യഭാഷാ നായികമാരോടൊപ്പമാണ് വിഷ്ണു അഭിനയിക്കുന്നത് എന്നുള്ള പ്രത്യേകത. വിഷ്ണു അതിന്റെ കരാർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷ്ണു അതെ, അങ്ങനെ കരാറ് വിഷ്ണു ഉണ്ടാക്കിയതാ. അല്ല, ഞാൻ മുമ്പ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടന്റെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നീ ഒരുപാട് സിനിമയിൽ ഉള്ളത് പോലെ അതെ, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുവാണ്. തോന്നണ അല്ല, മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ഉണ്ട് പുള്ളിയുടെ ടീമിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും പുള്ളി ഇത് പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ രാത്രിയും കൂടെ ആകുമ്പോഴേ നമുക്ക് രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രായം എല്ലാം മാനിച്ചുകൊണ്ട് നമുക്കും എന്താ പറയണ്ടേ, നമുക്കും പറ്റണമെന്നില്ല നമ്മുടെ പ്രായത്തിനും ഈ രാത്രി എത്രത്തോളം നമുക്ക് ഷൂട്ട് ഉറക്കമൊഴിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളത് ബാക്കി. അതിന്റെ കഥ പണ്ട് അൻസാജ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് പറയുമ്പോൾ അവന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അത് പിന്നെ പ്രൊജക്റ്റ് അങ്ങനെ നടന്നൊന്നുമില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് വിജയേട്ടൻ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഒരു ഇത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ നോക്കുമ്പോൾ ഈ കഥയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ പണ്ട് കേട്ടത്, ഇത് നല്ല പരിപാടിയാണ്, എനിക്കിഷ്ടമാണ്. അത് പിന്നെ വിജയേട്ടൻ്റെ രീതിയിൽ പുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ റൊമാൻസും നല്ല പാട്ടുകളും ഒക്കെ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഈസ്റ്റ് കോസ്റ്റ് പടമായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. അല്ല, നേരത്തെ സിനിമയിലും ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ സിനിമയിലും. അപ്പോൾ ഇവരൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചായിരുന്നു, ഞാൻ നമുക്ക് ഇതിനകത്ത് വിളിച്ചാലോ, അങ്ങനെ അതിലൊക്കെ ഇടപെട്ടായിരുന്നു വിഷ്ണു? ഇല്ല, ഞാൻ കാസ്റ്റിങ്ങിലൊന്നും ഇടപെടുന്നില്ല അല്ലേ. പക്ഷെ രാജേട്ടനാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കാസ്റ്റിംഗിന്റെ എന്താ ചോദിച്ചാൽ അവൻ ഉദ്ദേശിച്ചത് ബോയ്സ് ജെൻസിന്റെ കാസ്റ്റിംഗ് ആക്കില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാസ്റ്റിംഗ് ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ അല്ല, വിജയേട്ടനെ അറിയാലോ, ഇനിയിപ്പോ ഞാൻ വല്ലതും പറയേണ്ട ആവശ്യമില്ല. അതേ കൃത്യമായിട്ട് കാസ്റ്റിംഗിൽ നിന്നല്ല ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട നമ്മളോട് പറഞ്ഞ ഡേറ്റിൽ നമ്മൾ അവിടെ സമയത്ത് ഉണ്ടായാൽ മാത്രം അനുവദിക്കുകയില്ല. അത് കൃത്യമായ കാര്യം തന്നെയാണ്. ഈ എനിക്കൊന്ന് ഞാനുമായിട്ട് ഇതിനു മുമ്പ് അഭിനയിച്ചു അല്ലെ, അന്ന് ബിരിയാണി വെച്ച് തരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയാം. ബിരിയാണി വെച്ച് വീട്ടിൽ വിളിച്ച് ടേസ്റ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചാ ബിരിയാണി? അവള് ഡയറ്റില്ല, അതുകൊണ്ട് ഞാൻ ബിരിയാണി ഈ സിനിമയുടെ സമയത്ത് അങ്ങനെ ഡയറ്റിൽ അല്ലായിരുന്നു. സിനിമയുടെ സമയത്ത് നീ ഡയറ്റിലല്ലായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു അത്. അല്ല, അപ്പൊ മേടിച്ചു തരാൻ വെച്ച് തരില്ല. തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഡെയിലി മേടിച്ചു തരാനാണെങ്കിൽ ആർക്കും മേടിച്ചു തരാം. അതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അന്ന് പറഞ്ഞെന്താ, അവനുണ്ടാക്കി തരും. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാ ബിരിയാണി വെക്കുന്ന വന്ന് കഴിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കില്ല പറഞ്ഞേ. അവള് ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കുക അവളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തമ്മിൽ നമ്മൾ കാണാമല്ലോ, രണ്ടുപേരും ഒരു ബിരിയാണി വെച്ചിട്ട് നിങ്ങൾ വന്ന് കഴിക്കാനാണോ? ശരിയാണല്ലോ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾ നോമ്പിലാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി എന്നത്തെ സംഭവം എന്ന് പറയാനുണ്ട്. നോമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നോ? ഇപ്പൊ അതെ, അതുകൊണ്ട് ഞാനത് വേണ്ട. ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? എല്ലാ സിനിമ ഉള്ള പോലെ തന്നെ ദിസ് ഇസ് മൈ തേർഡ് ഫിലിം വിത്ത് മൂന്നാമത്തെ സിനിമയാണ് ധ്യാൻ്റെ. അവളുടെ ഏരിയ ഭയങ്കര ഡാർക്ക് ആയിരുന്നു. അതെ, ഐ മീൻ ഇറ്റ്സ് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ് എല്ലാ ഇതിലും. ബട്ട് ഇറ്റ് വാസ് ഒരു എന്താ പറയുക, ലൈക്ക് എന്നുവെച്ചാൽ നമ്മൾ ലൊക്കേഷനിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഗുഡ് ഫൺ, ലൈക്ക് എനി അതർ ഫിലിം. അങ്ങനെ അത്രേ ഉള്ളൂ. ഈ ലൊക്കേഷനിൽ ഈ രാത്രിയായിരുന്നല്ലോ ഷൂട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞല്ലോ.
അല്ലല്ല, എല്ലാ ദിവസവും എനിക്ക് ഞങ്ങൾക്കൊക്കെ കൂടുതൽ രാത്രി, ദിവ്യതൊക്കെ കുറെ ഡേ ഡേ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കുറച്ച് ഒരു 5 ദിവസം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ നൈറ്റ് ഷൂട്ട്. ബാക്കി ഇടയായിരുന്നു അല്ലേ? ഡേ മൊത്തത്തിൽ ഒരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു അല്ലേ? ഈ ഉണ്ണിനെ എങ്ങനെ സഹിച്ചു നിങ്ങളെല്ലാവരും? ഉണ്ണിനെ ഞങ്ങളല്ല, പാലക്കാടിലുള്ള സഹിച്ചിട്ടില്ല. ഞങ്ങളല്ല, പാലക്കാട് നിവാസികളും ആ ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ദീർഘവിഷ്ടമുള്ളതുണ്ട്. അസംബ്ലി ഇലക്ഷനിൽ അവിടെ നിൽക്കാൻ നിൽക്കുന്നല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ എനിക്കറിയില്ലല്ലോ, ചിലപ്പോ ആവാതിരിക്കാം അല്ലേടാ. ആയിരുന്നു ഇവരെല്ലാരും. നിന്നെയാണോ മേഞ്ഞോണ്ടിരുന്നത്? എന്നെയാണ് മേഞ്ഞോണ്ടിരുന്നത്. കാരണമില്ലാതെ ഒരാളെ മേണ്ട കാര്യം ഒരിക്കലും ഞാൻ കൃത്യം ശ്രദ്ധിച്ച് ചെയ്യാറുള്ളൂ. അല്ല, ബേസിക്കലി ഭയങ്കര ഫണ്ണായിരുന്നു മൊത്തത്തിൽ എല്ലാം. നമ്മുടെ ക്രൂ ആണ്, സെറ്റാണ് ഭയങ്കര. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഫുൾ ടൈം നമ്മള് ചിരിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് നമുക്കൊരു സെറ്റിൽ ഇരിക്കാന്ന് പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഫുൾ ടൈം ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുഡാണെങ്കിലും കുറെ ഭക്ഷണം വാങ്ങി തരുന്ന മനുഷ്യൻ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഫുൾ ടൈം നമ്മൾ പുറമേ നിന്നുള്ള ഫുഡായിരുന്നു. അത് ടേസ്റ്റി ഫുഡ്സ് ആയിരുന്നു. ഞാൻ ജിമ്മിൽ പോകണ്ടായിരുന്നു. അപ്പൊ എന്റെ ഡയറ്റ്സ് ഒക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. ഹാപ്പി ആയിരുന്നു പിന്നെ മൊത്തത്തിൽ. നൈറ്റ് ഷൂട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നൈറ്റ് ഷൂട്ടിൽ ഈ പറഞ്ഞ പോലെ ഉറക്ക പരിപാടികളൊന്നും തീരെ ഇല്ലായിരുന്നു. മോർണിംഗ് വരെ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നൊരു സെറ്റ് ഞാൻ ആദ്യമായിട്ടാണ്. നിനക്ക് ഇപ്പോഴും ഉറക്ക ക്ഷീണം ഉണ്ടോ? കോളേജിന്റെ ക്ഷീണം. കോളേജ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതിന്റെ ക്ഷീണമായിരിക്കാൻ ചാൻസ് ഉണ്ട്. പകല് കഴിഞ്ഞില്ലായിരുന്നു കോളേജിൽ പരിപാടി? വന്നിട്ടില്ല, മനസ്സുകൊണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ. പകലും പരിപാടി, രാത്രി വർക്കുണ്ട്. രാവിലെ ഒരു കോളേജ് വിസിറ്റ് എടുത്ത് രാത്രിയല്ലേ വർക്ക്. നീ ഒന്നിനും വിട്ടുകൊടുക്കരുത്. ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. കളിലല്ലേ മാവിലല്ലേ കല്ലെറിയൂ എന്നും പറഞ്ഞിരിക്കണല്ലേ. അപ്പോഴുള്ള മാവിലല്ലേ കല്ലെറിയുന്നു. ഇവരിപ്പോഴും ഇവര് കളിയാക്കണമെന്ന് മനസ്സിലായിട്ടില്ല. പഴഞ്ചൊല്ലൊക്കെ പറയണമെങ്കിലേ അവന് ഇത് ഏത് വൈബാന്ന് അല്ലാതെ തന്നെ ഇവന് കല്ലേറ് കൊള്ളാൻ പക്ഷെ മാങ്ങ കിട്ടുന്നത് എറിയണത് മനോഹയ ഞങ്ങൾ അറിയാണ്ട് അങ്ങ് മുങ്ങിപ്പോകുന്ന അത് കൂളായിട്ടൊക്കെ അതിന്റെ മനസ്സിലായോന്ന് ചോദിച്ചു. ഇത് മനസ്സിലായിട്ടില്ല. നമുക്ക് മലയാളത്തിൽ എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. इसका नाम क्या है? ध्यान श्रीनिवास. अच्छा आदमी, बहुत अच्छा आदमी है. उसका तो बड़ी अच्छा दोबारा नाम क्या है? As a person also he's very nice. रसीला क्या हुआ है? फर्स्ट फिल्म है ना मलयालम में? नहीं second. सेकंड पहला कौन सा? पहला is अपूर्व पुत्रनमार. अपूर्व पुत्रनमार. इसके साथ ही था वो. പുത്രന്മാർ. यही है वो. ഇപ്പൊ ഞാൻ പോയത് എവിടെ എത്തിയെന്ന് ആലോചിച്ചേ. ഇതെങ്ങനെ ഇവരൊക്കെ ഇവിടെ എത്തിയത്? ഞാൻ ഇപ്പോഴും മനസ്സിലായി. നിങ്ങള് നമ്മൾ ഒരുമിച്ച് എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും നന്നായിട്ട് ഹിന്ദി അറിയാവുന്ന ഈ പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസ് മാറി पूरा पागल है ना, पूरा पागल आदमी. ആദ്യം ആക്ഷൻ വരും. അത് മലയാളത്തിൽ ദിവ്യ ആ കൂടെ കൂടിയ കഷ്ടാലമാണ് കേട്ടോ. പക്ഷെ അത് രസമുണ്ടായിരുന്നു. ഏത് ഏത് എന്ത് രസമുണ്ടായിരുന്നു.
കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കണം. ഒരു കോർഡിനേഷൻ ഇല്ല, ഞാൻ ഒന്നും ചോദിക്കണമില്ല. फर्स्ट फिल्म अपूर्व पुत्रन्मार पुत्रन्मार इसका साथ है ना. विष्णु पहले मालूम है फर्स्ट टाइम क्या बोला, फर्स्ट देखने के लिए क्या बोला अपूर्व फिल्म में? कुछ नहीं बोला. कुछ नहीं बोला. बोला ही नहीं. പക്ഷെ ഉണ്ണിനെ പോലെ लैंग्वेज बैरियर हो गया. क्या बोला हिंदी അറിയില്ല. पालकड़ अच्छा है, पहली बार हुई थी मैं. कैरेक्टर का नाम क्या है? कैरेक्टर का नाम अमीरा. इसका नाम अनीरा. സ്വന്തം പേര് അവളോട് कैरेक्टर नाम बोलो. അമീറ അമൈറ രണ്ടും രണ്ടാണ്. അമീരാണ് ക്യാരക്ടറിന്റെ പേര്. അത് അവക്കറിയാലോ, നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? ക്യാരക്ടറിന്റെ പേര് അമീറ വിളിക്കുന്നില്ല പടത്തിൽ. ഞാൻ ചോദിച്ചേ ആണോന്ന്. ആണോന്ന് ചോദിച്ചാ Your character name is Amira. Because she's Muslim character, no? നീ എന്നെ ഇപ്പൊ ചോദിച്ച ഹിന്ദിയില് My character. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു പോയത്. ഞാൻ കേട്ടില്ല. നീ എന്നെ ചോദിച്ച Your character name is Amira. ആ ഒരു പേര് പറയുന്നുണ്ടല്ലോ ട്രെയിലറിന്റെ പോലെ നീ പേര് നീ വിളിക്കണ്ട. എന്താണ് ഹിന്ദി ചോദിച്ചത്? റസിയ. എന്തേനി? റസിയ. रसिया. നീ ആ പേര് വിളിക്കണം. ട്രെയിലറിൽ നീ പേര് വിളിക്കണ്ട. നോട്ട് ചെയ്തില്ലേ? കാണാതെ വിളിച്ചിട്ട് വന്നേക്കാട്ടോ. അതല്ല, നീ എന്തായാലും ദിവ്യേ, your name is Amira എന്ന്. അമീറ മുസ്ലിം ആണല്ലോ. മുസ്ലിം ആണല്ലോ അമീറ. ഉരുളാണി പാത്തുമാന്ന് വിളിക്കാം. പാത്തുമാന്ന് വിളിക്കാം. ഓക്കെ ആവാലോ. അങ്ങനെ ഇട്ടു. Whenever you forget your name, you ask her. She will tell you. റസിയ. रसिया. Yes. ഏ പേര് പയറാ ये भी ये बाल में है. ദോനോ രണ്ട് विष्णु ദോനോ. एक्टिंग अच्छा एक्टिंग किसका है? അവള് പറഞ്ഞോട്ടാ, തും പഴം एक्टिंग किसका है? പയറിലടാ वाला scenes इसके साथ है. പയറിലടാ വേണ്ട. उसका साथ है ना, उसका साथ थोड़ा है. अच्छा सबके साथ एक्टिंग थोड़े थोड़े थोड़े. നമ്മളെ ഹിന്ദി ഇടില്ല, ഞങ്ങളൊക്കെ ഇവിടെ മതിലിരിക്കുകയാണ് കമന്റ് അടിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കണം, ഇത്ര ഇന്റർവ്യൂല് ഈ സമയത്ത് ഈ കുട്ടി മാത്രം ഇപ്പോഴേ സംസാരിക്കും. അതിന് കൈയടിക്കും. Yes, 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 yes. നിങ്ങൾ കൊണ്ട് സൈഡിൽ ഇരുത്തേക്കുമായിരുന്നു ആ കുട്ടിയെ. ഞങ്ങളങ്ങ് പോട്ടാ. എന്നാലും യഥാർത്ഥ ഹിന്ദിയാണ് പറയണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഈ ഇന്റർവ്യൂ സംസാരിക്കാൻ പറ്റും. അല്ല ഇത്രയും ഇന്റർവ്യൂസ് എടുത്തതില് അമേരനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് ഇത്രയും സംസാരിപ്പിച്ചത് ഇക്ക തന്നെയാണ്. മനസ്സിലാക്കണം. ഞാൻ എന്റെ അടുത്തേക്ക് ഞാൻ മനസ്സിലാക്കിയുണ്ട്. പക്ഷെ ഞങ്ങളെ നിങ്ങൾ കാണുന്നതെന്ന് അറിയാമോ, മറ്റേ വിമൻസ് ഹോസ്റ്റലിന്റെ ഓപ്പോസിറ്റ് മതിലൊക്കെ ഇരുന്ന് കമന്റ് അടിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സൈഡാക്കാൻ മലയാളികളല്ല ബംഗാളികൾ കമന്റ് അടിക്കണല്ലേ കൂടി ആയതുകൊണ്ട്. ഞങ്ങളോടുള്ള നിങ്ങളെ ഇത് ഈ ഇന്റർവ്യൂല് ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഒരു തഴയാനുള്ള ഒരു മനോഭാവം ഒരിക്കലും തടയാനല്ല. ഞാൻ ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് വന്നപ്പം अभी दो इंटरव्यू हो गया ना, पहले दो इंटरव्यू हो गया. दो इंटरव्यू कोई भी बात ആദ്യ ആക്ഷൻ വരും. कोई बात ही नहीं करता मेरे से. कोई भी आदमी कोई बात ही കേക്ക മോനെ. രണ്ട് ഇന്റർവ്യൂ ഒന്നും ആരും ചോദിച്ചത് പറയാനും പറ്റില്ല. നേരത്തെ മറ്റേ വിളിച്ചില്ലേ ഇവനെ, വിഷ്ണു എനിക്ക് പെട്ടെന്ന് മറ്റേ ചിത്രത്തിൽ വിഷ്ണു അല്ല മലയാളം പറഞ്ഞു മലയാളം വരും. മലയാളം വല്ലില്ലാത്ത വർഷം വന്നോ? സൂപ്പറാണ് ഹിന്ദി കേട്ടോ. അണ്ണന് ഹിന്ദി പ്രചാര സഭ ജോലി അല്ല, നമ്മൾ എവിടെ പോയാലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതിന് നമുക്ക് ഭാഷ വേണമെന്നില്ല. അല്ലേ? ആദ്യം ഇടയ്ക്ക് ഭാഷ ഇല്ലാതെ കൈ കൊണ്ട് രണ്ടെണ്ണം. അല്ല അത് തെളിയിച്ചാളല്ലേ ഉണ്ണി. ഈ സിനിമയിൽ ഉണ്ണിയായിട്ട് അങ്ങനെയാണ് സംസാരമല്ലേ? ഉണ്ണി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? റസിയ ക്യാരക്ടറിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? വിഷ്ണു മെയിൻ ചെയ്തേ ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഭാഷ വേണ്ടെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. നാറിയെന്ന് വേണമെങ്കിൽ പറയാൻ പോലെ
അവന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, പക്ഷെ ഏറ്റവും കൂടുതൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവനാണ്. അവനാണ്. അതെ ഉണ്ണി. നമ്മൾ സഹായിക്കണ്ട, അന്യനാട് വന്ന ആളല്ലേ. സ്ക്രിപ്റ്റ് വരെ പഠിപ്പിക്കും. ഇങ്ങനെ അന്യനാട്ടിൽ ഇവൻ പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ പോകും. അന്യനാട്ടിലെ തൊഴിലാളികളൊക്കെ സഹായിക്കുക. രാവിലെ ആകുമ്പോ എന്റെ ഉണ്ണി നീ എങ്ങനെ പിടിച്ചു എന്നുള്ള അവരുടെ നമ്മുടെ ഡയലോഗില്ലേ, ഉണ്ണി വെറും ഉണ്ണിയല്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന, ഞാൻ ഈ സിനിമയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം സിനിമയിൽ കുറേ സംഭവങ്ങൾ ക്യാമ്പസിലുണ്ട്. നമ്മളൊരു പ്രണയം കാണിക്കുന്നുണ്ട്. ആ പ്രണയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന അതിൻ്റെ ഒരു വിഷയങ്ങളാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമയിൽ. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയോണ്ടാണ് കേട്ടോ. അല്ല, അങ്ങനത്തെ ഒരു ലൈനിലേക്കൊന്നും ചിന്തിക്കാനില്ല. ഇതൊരു പറഞ്ഞ പോലെ ഫൺ ഫീൽഡ് ഫാമിലി കോമഡി ത്രില്ലർ. ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്തൊരു സീരിയസ് ആ തലത്തിലേക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു മെസ്സേജിങ്ങോ പ്രീച്ചിങ്ങോ ഒന്നും ഇല്ല. ലൈറ്ററായിട്ട് പറഞ്ഞു പോകുന്നുണ്ടല്ലേ. ആ, അങ്ങനൊരു അത്തരത്തിലൂടെ ചിന്തിക്കാൻ തക്ക സിറ്റുവേഷൻ ഒന്നും ഈ സിനിമയിലില്ല. ഒന്നുമില്ല. ഇനിയിപ്പോ അതില് സംവിധായകൻ അതിന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പടം കണ്ടു കഴിഞ്ഞാൽ മൊത്തം പടം കണ്ടു ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങൾ അഭിനയിച്ചപ്പോൾ നിങ്ങൾ മൊത്തം സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് ആ ട്രെയിലറിൽ നിന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചോണ്ട് എനിക്ക് അങ്ങനെ തോന്നി. എല്ലാവരുടെയും പല പല ട്രാക്കുകൾ ആണ് ഇതിൽ ഇന്റർ കണക്ട് ആയിട്ട് പോകുന്നത്. നമ്മൾ ഡബ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് സംശയം ചോദിച്ചാണ്. മൊത്തത്തിൽ ഒരു സ്റ്റേജ് ഷോ ഒക്കെ നിർണ്ണയിക്കുന്നു, സിനിമകളിലേക്ക് സജീവം, സ്റ്റേജിൽ നിന്ന് സിനിമയിലേക്ക് ഇപ്പോൾ കൂടുതൽ സിനിമയിലേക്ക് എത്തുന്നുണ്ട് അല്ലേ? കൂടുതൽ സിനിമയാണ്. എങ്ങനെയുണ്ട് സിനിമ യാത്ര? സ്റ്റേജിൽ നിന്ന് മാറി സിനിമ യാത്ര ചെയ്യുമ്പോൾ സിനിമ യാത്ര കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യം ആ ഗുരുവായൂരമ്പലം അടക്കിയ ശേഷം കുറച്ച് പടങ്ങൾ അളിയൻ പിന്നെ കയറിയ ഹിറ്റായി. അങ്ങനെ കുറച്ച് പരിപാടികൾ കയറി വന്നു. അങ്ങനെ ഇപ്പം പിന്നെ ചാനൽ പരിപാടി ഉണ്ട്. നമ്മൾ TV പരിപാടി എന്തായാലും കളയുക. അമൃത TV-യിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഈ ധ്യാൻ്റെ ഒക്കെ ഒരു സഹായം എങ്ങനെയുണ്ട് ജീവിതത്തിൽ? ജീവിതത്തിലല്ലേ അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നീ പണ്ടേ അറിയാം. എന്നാൽ പോലും ഇത്രയും സിമ്പിളായിട്ടുള്ള ഞാൻ ഒരു നാടൻ്റെ ജീവിതം ചെയ്യുന്നില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതായത് അതെന്താണ് മിസ്റ്റർ ഹൈദരലി? അല്ല, എല്ലാം കണ്ടും കേട്ടാ, ഏത് കാര്യത്തിലായാലും ഒരു പേഴ്സ് പോലും കാണൂല. ഒരൊറ്റ ഫോണുമായിട്ട് ലൊക്കേഷനിൽ വന്നാൽ പുള്ളി ഹാപ്പിയാണ്, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതേപോലെ ഈ ചറവറ കോള് നമുക്ക് ആക്ടേഴ്സ് അറിയാല്ലേ, മിക്കപ്പോഴും ഫോണായിരിക്കും. ഫോണും വരാറില്ല. ഫോൺ വരാറില്ല. ആ ഫോൺ ഇപ്പോഴത്തെ 1000 മിസ് കോളാണ് അതിനകത്ത്. എടുക്കാത്താണ് എനിക്കറിയാം. തിരിച്ചു വിളിക്കും. സമയം നോക്കി തിരിച്ചു വിളിക്കും. അതും ആ കാര്യത്തിൽ അംഗീകരിക്കുന്നു. രണ്ടും ഞാൻ പറയാതെ പോകണല്ലോ. അത് തെറ്റാണ്, അത് തെറ്റായ വാക്കാണ്. പിന്നെ വേറൊരു പുള്ളിയുടെ കോളം അറിയാം, നമ്മൾ ആരും നമ്പർ സേവ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞാൽ നമ്പർ തപ്പിയെടുക്കുക. എങ്ങനെയാണ് നമ്പർ ഓർത്ത്? ആരും നമ്പർ സേവ് അല്ല അല്ലേ, കാണാതെ നമ്പർ ഊഹം വെച്ച് പിടിക്കും. വാട്സപ്പ് ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ മനസ്സിലാവും. നമ്മളാ DP ഇല്ലാത്ത നമ്പറും വിളിക്കുന്നതാണ് കറക്റ്റ്. അത് ഞാൻ എൻ്റെ ഒരു പുതിയ അറിവാട്ടോ. അല്ലേ, കറക്റ്റ് അല്ലേ? ഉണ്ണിലാൽ എന്റെ കാര്യത്തിൽ വിളിക്കാൻ പറയും, സേവല്ല. ഞാൻ ഇങ്ങനെ കറക്കി ഇറക്കി എടുത്തിട്ട് വിളിക്കും. ആരാ ഉണ്ണിലാൽ സേവിംഗ് അല്ല, വന്ന നമ്പർ അനുസരിച്ച് തിരിച്ചു വിളിക്കല്ലേ. അത് ഉണ്ണിലാലൊക്കെ മനഃപൂർവ്വം സേവ് ചെയ്യാത്തതാണോ? വേറെ വിഷയമൊന്നും അല്ലെന്നെ ഇല്ലേ, അടുത്ത ആൾക്കാർ നമ്പർ ചോദിക്കണോ നമുക്ക്? അല്ല, ഇവിടെ ഉണ്ണിലാലിന്റെ മാത്രമേ ഉദാഹരണം പറഞ്ഞത്, ഇത്ര പേരുണ്ടായിട്ടേ. അപ്പൊ അത് കൃത്യമായിട്ട് ചോദിക്കണല്ലോ. അടുത്ത സുഹൃത്തുക്കളെ പോലും നമ്മൾ എനിക്ക് നമ്പർ അതൊരു അതെനിക്കറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷെ സേവിങ് ഉണ്ട്. ചിലത് അങ്ങനെ നമ്പർ പൊതുവെ സേവ് ചെയ്യാറില്ല. എങ്ങനെ കണ്ടുപിടിക്കുന്നു? 2 ബുദ്ധിയാണ്. ഒന്നില് എന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല എന്ന് പറയാൻ പറ്റും. ഇനി പറ്റില്ല. ഇതിപ്പോ എല്ലാവരും പറ്റൂല. അത്ര ഷാർപ്പായിട്ട് എല്ലാരും നമ്പർ അറിയണ ഒരാളാണ്. അതെ അതെ, എന്നിട്ട് എടുക്കാത്ത അതാണ് ഈ ഇന്റർവ്യൂവിൽ നിന്ന് ഏറ്റവും പ്രത്യേകതയായിട്ട് പറഞ്ഞത്. അത് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ടോ. മറ്റോ നമ്പർ എന്റെ ഇല്ലല്ലോ, നീ ആയിരുന്നു വിളിച്ചത്, എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ് ഒഴുകാൻ ഇനി പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അല്ലേ? അല്ല, പിന്നെ ഒരു സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ.
വലിയ താരചാടകളെന്ന് പറഞ്ഞ സംഭവമോ അങ്ങനത്തെ ഒരു പരിപാടിയോ മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡില്ല ഒന്നുമില്ലാത്ത ഉണ്ണിലാലിരിക്കുന്നു. ഉണ്ണിയുടെ അടുത്തേക്ക് പോണേ അത് മോശമല്ല. എല്ലാം ഉണ്ണിൽ അതെ ഇവിടെ ഒന്നുമില്ലാത്ത ഉണ്ണിലാൽ ഇരിക്കുന്നു. അവൻ അത്ര സിമ്പിൾ ആയിട്ട് അവിടെ ഇരിക്കണം. സത്യം ഷൂട്ടുണ്ട്, ഷൂ പോലില്ല, ചെരുപ്പ്, അത് 300 രൂപയുടെ. ഇത് ആ പദ്ധതി ഞാനിപ്പം ഈ വർഷം സിനിമകൾ എങ്ങനെയാണ് ഞാൻ ഒരു സിനിമയിൽ ഒരു കുറവ് സംഭവിക്കുന്നു അറിയാലോ, ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല. അല്ല ഞാനല്ല പ്രശ്നം ഈ വർഷം സിനിമകളുടെ എണ്ണം കുറയുന്നു എന്നാണ് ഞാൻ സിനിമയിലേക്ക് വേറെ റൂട്ടിലേക്ക് മാറുന്നുണ്ട്. നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് മാറുന്നു. അത് പല വാർത്തകൾ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചോദിക്കണമെന്ന് പല വാർത്തകൾ വന്നു. ഒരു സിനിമ ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു. പ്രൊഡക്ഷൻ കമ്പനി അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം ദിലീപിനെ വെച്ചാണ് സിനിമ ചെയ്യാൻ പോകുന്നത്. ഉടനെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്താണ് അതിൻ്റെ അവസ്ഥ? ഇപ്പം പല വാർത്തകളും സോഷ്യൽ മീഡിയ എനിക്ക് പേഴ്സണൽ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ അടുത്തും ചോദിക്കുന്നത്, ഞാൻ അറിയാവുന്നതുകൊണ്ട് എന്നോടും ചോദിക്കുന്നവരടുത്തും ചോദിക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് പോയത്. ഇല്ല, ഒന്നുമില്ല. ഏപ്രിൽ അച്ഛൻ്റെ പിറന്നാൾ കമ്പനി ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു അച്ഛൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാനിരുന്ന സിനിമ വേറൊരു സിനിമയായിരുന്നു. അതിന് അച്ഛനും കൂടെ ഉള്ളൊരു സിനിമയായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞൊരു 3-4 മാസത്തിനിടയിൽ കഴിഞ്ഞ വർഷം സംസാരിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു 3-4 സിനിമ ഞങ്ങൾ ചെയ്യാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കമ്പനി തന്നെ. അതിൽ 1-2 സംവിധാനം ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. വേറെയും സംവിധായകരുടെ സിനിമകളുണ്ട്. അപ്പോൾ അതിപ്പം ഏപ്രിൽ അച്ഛൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് അനൗൺസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചത് കുറച്ച് അങ്ങോട്ടേക്ക് പുഷ് ചെയ്തു. എനിക്ക് തോന്നുന്നൊരു ജൂണൊക്കെ കഴിഞ്ഞൊരു ഓഗസ്റ്റിലൊക്കെ ആകുമ്പോഴേക്ക് അനൗൺസ്മെൻറ്റും പരിപാടിയൊക്കെ വെച്ച് പ്ലസ് പുറത്തുനിന്ന് കഥകൾ ഒക്കെ ആ സമയമാകുമ്പോഴേക്ക് ബാക്കിയുള്ള കഥകളൊക്കെ കേട്ട് തുടക്കത്തിൽ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ പ്രൊജക്റ്റും ഒക്കെ വെച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ പുറമേ നിന്നുള്ള സബ്ജക്റ്റുകളൊക്കെ കേട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഒന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത്ര എന്നുള്ള ടൈം മാറ്റി നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അല്ലാതെ കുറെ ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ദിലീപേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ടും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അസോസിയേഷൻ എല്ലാവരുമായിട്ടും ഇവിടുത്തെ നടന്മാരും മിക്കവരുമായിട്ട് അസോസിയേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ശ്രീചേട്ടൻ്റെ പേരിലുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണ്. അത് തുടങ്ങി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ പണിപ്പുരയിലേക്കാണ്. അതൊന്നും അറിയണം എന്നുണ്ടായിരുന്നു. വിഷ്ണു ഇപ്പോൾ പല സിനിമകളിൽ അഭിനയിച്ചു. ഇതിൽ വേറെ സംഭവത്തിലേക്കാണ്. ഓരോ സിനിമയിലും വേറെ വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോ സിനിമ ചെയ്യും തോറും നമ്മളൊരു വലിപ്പമുണ്ട്. നമ്മൾ നായകനായാണ് വരുന്നത്, നായകൻ കഥാപാത്രത്തിലേക്കാണ്. അത് എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ടു നമുക്ക് പിന്നീട് ഒരു നായകനിൽ നിന്ന് മാറി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഒരിക്കലുമില്ല. ഞാൻ എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എത്രയോ സിനിമകളിൽ ചെറിയ ക്യാമിയോ പോലെ ഗസ്റ്റ് റോൾ പോലെ അങ്ങനെയൊക്കെ ഇപ്പോഴും ഞാൻ ഇപ്പം അടുത്ത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ ഡിസ്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു ധർമ്മവതി എന്ന് പറഞ്ഞൊരു പടത്തിൽ, അതിലും ഒരു പടത്തിൽ നായകനോ അങ്ങനെ ത്രൂ ഔട്ടൊന്നുമില്ല, ചെറിയൊരു വേഷം. അപ്പം അങ്ങനത്തെ ഇതിന് വിളിക്കുമ്പോൾ അത് നമ്മൾ കേട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യല്ലേ. ആ രീതിക്ക് തന്നെ പോകുന്നുണ്ടല്ലോ. പലരും ഓർത്ത് വിളിക്കാതിരിക്കും. അയ്യോ ഇനിയിപ്പോ ഹീറോ മാത്രം. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ചെമ്പച്ചേട്ടന പറഞ്ഞത് ഈ ഹീറോ പരിപാടി മാത്രമേ ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടാണ് പണ്ട് ഒരു പടത്തിന് വിളിക്കാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പൊടിയേട്ടാ, നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്ക് അങ്ങനെ തോന്നി പലരും വിളിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിയായിരിക്കും. ഇവിടെ ഹീറോ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് നിന്റെ അവസ്ഥ വീട്ടിലേ ഉണ്ടാവില്ലായിരുന്നു.
വേറെ എടാ നിന്റെ ഭാവി സുഭദ്രമാണ് ഈ കയ്യില് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുവാണ്. ഞാൻ എല്ലാ പടത്തിലുണ്ട്. കമ്പനി പൂട്ടിക്കാനാ എല്ലാ പടത്തിലും. ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി, നമ്മൾ സമയം കൂടുതൽ എടുക്കുന്നില്ല. ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഒരാളോട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഇവിടെ തിരിച്ചും ചോദിക്കാം. ഞങ്ങളെന്താ വല്ല പുറമ്പോക്കാണോ? ഇതിലേക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് ചോദിക്കും. അല്ല ഞങ്ങള് അല്ല തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇതിന് ആരോട് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ മൂന്നുപേരും ചോദിക്കും. അതെ അത് അതെ, ഹിന്ദിയില് അതെ. ആദ്യം ഇവിടെ പറയണ്ടേ ഡിസ്കസ് ഹിന്ദിയിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ മറ്റേ സിംഗർ ഓക്കെ, ഇവിടെ 2 ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ആസ്ക് യു, Why do you do this? no, why not more comedy films? And like, is comedy more difficult or emotional scenes more difficult? What do you think to write? എന്താണ് എഴുതാൻ, എന്താണ് കൂടുതൽ ബുദ്ധിമുട്ട്? കോമഡി ആണോ എഴുതാൻ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ആൾക്കാരിൽ എത്തിക്കാനായിട്ട്? അതാണോ ബുദ്ധിമുട്ട്? അതോ അത് കോമഡി തന്നെയാണ്. കോമഡി പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് സിനിമയിലേക്ക് എഴുതാൻ, കാരണം ഇത്രയും ടൈം ഫ്രെയിമിലേക്ക് വേണ്ടി എഴുതുമ്പോൾ ഒരിടത്തും ഡ്രോപ്പ് ആവാതെ ഇത് മൊത്തം പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. അത് ചെയ്തെടുക്കാനും ഭയങ്കര പാടാണ്. പക്ഷെ അത് എഴുതി അത് ചെയ്ത് ഭംഗിയായാൽ അതിന് കിട്ടണ ഒരു അക്സെപ്റ്റൻസ് ഒന്നിനും ഇല്ല. കോമഡി വേഷങ്ങള് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം. അതെ അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആകെ എൻ്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ ഏസ് എന്ന് പറഞ്ഞ സിനിമ വിജയ് സേതുപതി സാറിൻ്റെ കൂടെ ചെയ്ത ഞാൻ, അതിനകത്താണ് സിറ്റുവേഷൻ കോമഡിയാണ് അതിൽ വരുന്നത്. അപ്പോൾ എനിക്കറിയാം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ വെൻ യു ആർ എക്സിക്യൂട്ടിങ് ദാറ്റ്, അങ്ങനത്തെ ഒരു നമുക്ക് എഴുതാനും ഭയങ്കര പാടാണല്ലോ. അവിടെയൊക്കെ സെറ്റിലായിരുന്നു അവർ ഇംപ്രവൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് എഴുതുന്ന ആൾക്കാർ, മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആൾക്കാർ, ഡയറക്ടർ, അവരുടെ ആ ക്രിയേറ്റീവ് മൈൻഡ് എനിക്ക് അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ഐ റിയലി അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഭയങ്കര എനിക്ക് ഒരു ഫാസിനേഷൻ. അത് നീ ഇതെന്നോട് ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കായിരുന്നല്ലോ. പക്ഷെ ആക്ച്വലി ഉള്ള കുത്തിരുന്നത്, ആക്ച്വലി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ നല്ല ഹ്യൂമറുള്ള കോമഡി നമ്മൾ ഒരു ഫ്ലോയിൽ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹ്യൂമർ പരിപാടിയാണ് ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് ഏറ്റവും സുപരിചിതരായിട്ടുള്ള, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന മൂന്ന് നായകന്മാരെ വെച്ചിട്ടാണ്. അമർ അക്ബർ ആന്റണിയൊക്കെ പോലത്തെ ഒരു സാധനം. ഇവരെ വെച്ച് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഇവരെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇവരെ വെച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. ഇവരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ എളുപ്പമുണ്ട്. ഈ ഇങ്ങനെ ഒരു സിനിമയിൽ ഏറ്റവും പാടെന്ന് വെച്ചാൽ അമർ അക്ബർ ആന്റണി പോലത്തെ ഒരു സിനിമയിൽ ഏറ്റവും പാട് ഒരു കോമഡി സിനിമയിൽ ഒരു ഇമോഷണൽ സീൻ എഴുതാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഇത് കൊണ്ടൊന്ന് ബ്ലെൻഡ് ആക്കുക കറക്റ്റ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഇപ്പൊ അമറിൽ ഇതിൽ ഈ സിനിമയിലായിക്കോട്ടെ, അതിന്റെ ഒരു ആ വിഷയത്തിലോട്ട് കടക്കുമ്പോ ഇത്രയും നേരം കോമഡി കളിച്ചിട്ട് പെട്ടെന്ന് ഇതാവുമ്പോ ഇത് ബ്ലെൻഡ് ആയില്ലെങ്കിൽ ഉണ്ടല്ലോ, എന്തിനാണ് ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നിപ്പോകും. ഓക്കെ, അപ്പൊ ഹ്യൂമർ നമുക്ക് ചിലപ്പോ ഒരു ബേസിക് ഒരു തുടക്കം, ഒരു ടേക്ക് ഓഫ് കിട്ടിയാൽ ചിലപ്പോൾ അതിനെ കോർത്തിണക്കി നമുക്ക് എഴുതി പോകാൻ പറ്റും. ടേക്ക് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ എവിടെയെങ്കിലും ഒന്ന് ഇമോഷണലി ഹുക്ക് ചെയ്യാവണം, ഇത് ബ്ലെൻഡ് ആക്കി എടുക്കാനുണ്ടല്ലോ. ഞാനത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം തമാശയുണ്ട്, ഹ്യൂമർ ഉണ്ട്, ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ ഹ്യൂമർ ഉണ്ട്. പക്ഷെ ഇനി എവിടെയെങ്കിലും ഒക്കെ കുളിത്തി പിടിക്കണമല്ലോ, അല്ലെങ്കിൽ സാധനം ചെയ്യണം. അത് ഇവരെ ക്യാരക്ടർ പോവാനും പാടില്ല. കാരണം നമ്മളെ ബേസിക്കലി എല്ലാ സിനിമയിലും ക്യാരക്ടർ നായകന്മാർ ഉളകളായിരിക്കും. അപ്പൊ ഇതിൽ വരുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം ഉണ്ട് അമറിന്റെ ഒക്കെ. അപ്പൊ അതില് ഇവരിങ്ങനെ ഒരു കാര്യത്തിന് വരുമ്പോ ഇവരെങ്ങനെ ഇവരുടെ ക്യാരക്ടർ വിടാതെ ഇവരിതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ട്രിക്കിയാണ്. അങ്ങനെ ഒരു ലൈൻ കൂടി ഇല്ലെങ്കിൽ ട്രാൻസിഷൻ സംഭവിച്ചില്ലെങ്കിൽ അപ്പൊ അതിലേക്ക് വേണ്ട വിത്തുകൾ അമറിൽ ആ പെൺകുട്ടി പാടുമ്പോഴേ നമുക്കറിയാം ഇവളെ ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് ഓക്കെ അല്ലേ? ഇപ്പം ധ്യാൻ ചേട്ടനും വിഷ്ണു അഖിലേട്ടനും എല്ലാവരും
ഇപ്പൊ എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരും ഇപ്പൊ ഇത്രയും കുറെ സിനിമകൾ ഇപ്പൊ എന്നോട് കൂടെ സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ആസ് എ ബിഗിനർ, ഞാൻ ബിഗിനറാണ്, അപ്പൊ നിങ്ങളെല്ലാം ഇത്രയും പടങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഒരു ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു ഇമോഷൻ, ദെൻ ഇപ്പം കുറേ പടങ്ങൾ ചെയ്തപ്പോൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുവാണ്. സോ ഈ നിൽക്കുന്ന മൊമെന്റിൽ ഒരു ന്യൂ ആക്ടേഴ്സിനോട് എന്താണ് ഈ സിനിമയിൽ എന്താണ് ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്? എന്താണ് ന്യൂ കമേഴ്സിനോടോ? എന്നോട് നിന്നോടാണെങ്കിൽ ഡിസിപ്ലിൻ. നിന്റെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം, ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം, 2 സാധനം വാട്സപ്പും അത് പടം കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം നിനക്കറിയാലോ നീ നന്നാവണ്ട അങ്ങനെയാണെങ്കിൽ സിനിമ തന്നെ വിടും. സിനിമയിൽ വന്നതിന്റെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്തിനാണ്, നിന്റെ ഉദ്ദേശം എന്താണെന്ന് നീ കൃത്യമായിട്ട് അറിയുന്നത് വളരെ നല്ലതായിരിക്കും. നിനക്കൊരു പ്ലാൻ, ഓക്കെ, നീ ഒരു പ്ലാനോട് കൂടി വന്ന ആളാണെങ്കിൽ ആ സ്റ്റിക്ക് ടു യുവർ പ്ലാൻ അല്ലേ, അത് നീ സ്റ്റിക്ക് ചെയ്തിട്ട് നിന്നിട്ട് നീ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ശ്രമങ്ങളെല്ലാം നടക്കാതെ പോകുന്നൊരു ഘട്ടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തളരും, നമ്മൾ വീഴും. കാരണം ഇതൊരു ഈ ഇൻഡസ്ട്രിയിൽ ആരും നിന്നെ വിളിച്ചിങ്ങോട്ടേക്ക് പടങ്ങൾ കൊണ്ടുത്തില്ല. ആ സമയത്തും ശ്രമിച്ച് 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 നമ്മൾ വീണ് കഴിയുമ്പോഴും നമ്മൾ ഇനി ഒന്നും ശ്രമിക്കാനില്ല. ആ സമയം നമ്മൾ നമ്മൾ ഇനിയും തൂങ്ങി പിടിച്ച് നിൽക്കും. അപ്പൊ വേറെ എന്തെങ്കിലും പണിക്ക് ദുബായ്ക്കുള്ള ജോലി അത് പോയേക്കണം. നമ്മള് വളരെ സീരിയസ് ആയിട്ടാണ് ദുബായ് പോയി അവിടെ വന്നിട്ട് പിന്നെയും കിടന്ന് കുരുട്ട് കഴിക്കണം. തോറ്റു പോയെങ്കിൽ തോൽവി സംബന്ധിച്ച് മടങ്ങി പോകും മകനെ. അയ്യോ, ചോദ്യം അമേറ इसके साथ कोई भी क्वेश्चन है? यही भी आपकी ये आदमी Any question? Any question? भाई साहब आप क्या बोला? Any question? क्या നീ बोलती ചോദിച്ചത് വളരെ കോൺഫിഡൻസ് ചോദിച്ചെങ്കിലും അത് തെറ്റാണ്. ചോദ്യം മഞ്ഞു. Any question? ചോദ്യം So ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു? you know there are times when you might have a different opinion about the scene or the story, and the director might have a different opinion about it, and the opinions might clash. Yes. So what do you do then? I What do you think? What do you do? Completely Do you depend like- on the director only. I mean, do you you talk? should trust the conviction of the director. Yeah. So you just leave your own opinion and just behave according to what You can director argue, says? you can argue, you can keep arguing. If there is no point arguing, you should realize that this is it. We should stop and work according to that person. Even though So it you think depends. that the director It's about if that director is welcoming, if he's ready to, if he's open to suggestions, if he's open to all this, then you can discuss. Or else it's a waste of time. That you should know. I had a different opinion before. After meeting this Mahadguru, So it's about your understanding. yeah. Or just That will make it very, very go simple. ahead with Yeah. his opinion. സമാധാനമാണല്ലോ. ഓക്കെ ഓക്കെ ചോദിച്ചോ, അങ്ങോട്ട് ചോദിക്കും അതേപടി ഈ 3 പേരോട്. ആണോ? പൊളിക്കാം. ചോദിക്കാണ് എന്നാ ഒരു combined നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു. ഒരു ചോദ്യം മതി. നിന്നെ ദിവ്യോട് ചോദിക്കാം. ഏത്? ദിവ്യോട് ആ, ചോദിക്കാം. ദേവിയോട് ചോദിക്കും. എന്താ ചോദിക്കുക? ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ പുള്ളി കൈയൊക്കെ ഇട്ടോണ്ട് പോയി. ഈ സിനിമ ജീവിതം ഇത് രണ്ടും നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ നമുക്ക് കൊറേ നമുക്ക് ചോദ്യത്തിലേക്ക് പോയപ്പോഴേ മനസ്സിലായി. പക്ഷെ എങ്കിലും ചോദിക്കണം. ഇങ്ങനെ ഒരു കാരണം നമ്മള് ആക്ടേഴ്സ് ആണ്, ഓക്കെ അല്ലെ, ഇമോഷണൽ ആണ്, ആക്ടേഴ്സ് ആണ്. അപ്പം
ഇത്തരത്തില് പേഴ്സണൽ ലെവലിൽ നമുക്ക് പല 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 പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മൾ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കണം അല്ലേ? ഇത് എത്രത്തോളം നിനക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ? അതാണോ നിന്റെ ആക്ച്വലി ഇതിലായിരുന്നു ആക്ച്വലി സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് വന്നിട്ടുള്ള സാധനം ഈ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ വരെ പാടുപെട്ടു. ഞാൻ കണ്ടത് കൊണ്ട് ചോദിച്ചത്. That is നീ കാണുന്നത് like your personal life and your real life. But then when I come on screen, see for me it is an escape. But only action പറയുമ്പോൾ അതിന് മുന്നേ വരെ മേ ബി ആ ആക്ഷൻ പറയുന്ന സമയം വരെ മേ ബി there will be like so many things in my mind. അങ്ങനെ ചില സമയത്ത് I use that for my driving force. ചില emotional scenes ഒക്കെ like I use my sadness, I use my whatever I feel. ഞാൻ like I've told you before also, like എനിക്ക് actually I have to feel that inside here because whatever I feel here it comes on my face. Automatic ആണത്. So that's why most people can know that also that I'm upset. ഞാനിപ്പോൾ അപ്സെറ്റ് ആണെങ്കിൽ അപ്സെറ്റ് ആണെന്ന് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ there is no filter. ഇതിലൊരു ഫിൽറ്റർ ഇല്ല. ഇതിലെന്താ തോന്നുന്നത് അത് മുഖത്ത് വരും. അതുകൊണ്ട് ചില സമയത്ത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. എനിക്ക് ചില സമയത്ത് അത് മറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഹൈഡ്. ബട്ട് സംടൈംസ് ഐ യൂസ് ഇറ്റ് ഫോർ മൈ ബെനിഫിറ്റ്. അത് എൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ഷൻ പറയുമ്പോൾ യൂഷ്വലി എനിക്ക് തോന്നിയ കാര്യം ഇറ്റ് ഇസ് ആൻ എസ്കേപ്പ്. ഞാൻ അത് എസ്കേപ്പായിട്ടാണ് യൂസ് ചെയ്യണേ. ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നു, ഒരു വേറെ ലോകത്തേക്ക് പോകുന്നു. ചില വേറെ കാര്യങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക കൂടുതൽ. വേറെ മനസ്സിൽ ഒരു 1000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സെറ്റിൽ ആരെങ്കിലും എൻ്റെ എന്തെങ്കിലും പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ സംതിങ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ലൈക്ക് അന്നത്തെ ഗ്ലിസറിൻ്റെ കാര്യമോ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതെനിക്ക് എഫക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ സഡൻലി എനിക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയില്ല. അത് ഞാൻ സ്ലോലി ഐ ബിക്കം ബെറ്റർ. ഐ ബിക്കം മച്ച്. ലഞ്ച് കഴിക്കാൻ വന്ന നിന്റെ ഉത്തരം അവസാനിച്ചോ? അവസാനിച്ചു. അതേ ഉള്ളൂ. ഓക്കെ, ഉണ്ണിലാലുവിനോടുള്ള ചോദ്യത്തിന് അത് റെഡിയാക്കിയിട്ടുണ്ടാവല്ലോ. ചോദ്യം, ഉണ്ണിലാലു ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണെങ്കിൽ ഈ ഉണ്ണിലാലു എന്നുള്ള പേര് ബോറായി തോന്നിയാൽ നീ എന്ത് പേര്? എന്റെ ചോദ്യം അതാണ്. അങ്ങനെ തോന്നലുണ്ടോ? അപ്പൊ ആ അടി വരും ഒന്നുള്ളതുകൊണ്ട് സീരിയസ് ആയിട്ട് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഞാൻ അങ്ങോട്ട് സിനിമയിൽ വന്നു കഴിയുമ്പോ ഉണ്ണി മുകുന്ദൻ ഉണ്ണിലാലു ഇത് തമ്മിൽ ഫ്ലാഷ് ആയിട്ട് ഹിന്ദി എന്നൊക്കെ വിളിക്കുന്നത് അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിച്ചോരെ എന്ന് പറഞ്ഞ പടമുണ്ട് ഹിന്ദിയിലുള്ള. നവീൻ പോളി ഷെട്ടി എന്ന് പറഞ്ഞ നടനാണ് അത് അഭിനയിച്ചിട്ടുള്ളത്. അവര് നിവിൻ പോളിനെ കാസ്റ്റ് ചെയ്തിരുന്നിട്ട് കൺഫ്യൂഷൻ മാറിയിട്ട് ഇയാൾക്ക് കോള് പോയതാ. അത് എനിക്കും പറ്റിയിട്ടുണ്ട്. ജസ്റ്റിൻ ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പടത്തിന്റെ ആവശ്യത്തിന് വിളിക്കുമ്പോ ഞാൻ ജസ്റ്റിൻ വർഗീസ് ഉണ്ട്, ജസ്റ്റിൻ പ്രഭാകരനാണ് മറ്റേ മറ്റേ പാട്ടൊക്കെ ചെയ്ത് തെലുങ്കിലുള്ള കുഞ്ഞിരാമായണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴോ വിളിക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ ജസ്റ്റിൻ പ്രഭാകരനായി വിളിച്ചത്. അതുപോലെ ചിലപ്പോ ഉണ്ണീനെ നമ്മള് നാളെ നമ്മളെ പടത്തിന് വിളിക്കുമ്പോ ഉണ്ണി ലാലുവിനായിരിക്കും നമുക്ക് വേണ്ടി വരിക. പക്ഷെ നമ്മൾ ഉണ്ണി മൂന്നെ വിളിച്ചു പോയാൽ ആ പേര് ഇഷ്ടമാണ്, അതിലൊരു ഇതുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മൂന്നിനോട് അത് മാറ്റാൻ പറയണല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഉണ്ണി ഇവന് തമ്മിൽ കായികമായ ഒരു പോരാട്ടം. ചോദ്യം, മാറ്റാൻ തോന്നിയാൽ ഏത് പേരായിരിക്കും സ്വീകരിക്കണം? അല്ല, അങ്ങനെ തോന്നില്ലല്ലോ. അല്ല, നീ അങ്ങനെ നിന്റെ അഭിപ്രായത്തിൽ നേരെ തിരിച്ചിട്ടാലും മതി. ലാലു ഉണ്ണി നാലിയന്മാരെ പ്രശ്നമൊന്നുമല്ലോ. എനിക്ക് ആ പേര് മോശമായി തോന്നില്ലല്ലോ. അല്ല, മോശമല്ല, പേരാണ്.
Clash അല്ലേ? വേറെ ഏതാ അതിന്റെ ഉദാഹരണം വരെ പറഞ്ഞു ഇപ്പൊ ഞാൻ കൃത്യമായിട്ട്. അതാണ് എന്റെ മോശം അവസരങ്ങൾ മിസ്സാവും. അങ്ങനെ ഉണ്ടായാൽ ഒരു അവാർഡ് നൈറ്റിന് അവാർഡ് അപ്പൊ ഞാൻ സൂര്യ എന്ന് പറയും. സൂര്യ. സൂര്യ കുഴപ്പമില്ല. നീ മണ്ണുണ്ണിയില്ല സൂര്യനാരായണ സൂര്യനാരായണ വർമ്മ. അവന്റെ മനസ്സിലുണ്ടെന്നുള്ള അല്ല, എന്നോട് ആരൊക്കെയോ നിന്നെ ശിവകാർത്തികനെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ടല്ലേ? ശിവകാർത്തികൻ പോലെ ഉണ്ട്. അതെ അത് correct. എനിക്കും തോന്നിയിട്ടുണ്ട്. സൂര്യനെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ട്. സൂര്യല്ലേ ശിവകാർത്തികൻ? ശിവാന്നിടാ പേര് വേണ്ടല്ലേ? മലയാളത്തിന്റെ ശിവകാർത്തികേയൻ. സൂര്യൻ ലുക്കില് ഓൾറെഡി ശിവകാർത്തികനായിട്ട് അടിച്ച് അപ്പൊ കൃത്യ ആൻസർ ആണ്. ഇനി പിന്നെ അമീർ എഴുത്താരാ അത് ചോദിക്കാനുള്ളത്? പക്ഷേ ഹിന്ദി ഞങ്ങൾക്ക് അത്ര ഗ്രാഹ്യമില്ല. ഞങ്ങള് മലയാളത്തിൽ പറയാം. നമ്മള് ചോദിച്ചോണ്ടായിരുന്നു. അല്ല നിങ്ങൾ ചോദിക്കണം. അതാ ഇതങ്ങനെ തന്നെയാ പോയത്. തുമ്മാര പേർ ഹേ പേർ. ജൽദി 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 ടൈം ടൈം ജൽദി ജൽദി ഉണ്ട്. വിഷ്ണു അല്ലെ അമേർക്ക് എന്താ ചോദിക്ക്? അതൊക്കെ പറ്റി ചോദിക്കണ്ടാണോ? അനി അമേറാ ഒരു ഹിന്ദി പടവും മലയാളം പടവും ഒരുമിച്ച് വന്നാൽ ഏത് പിടിക്കും? അത് കറക്റ്റ്. നല്ല ചോദ്യം. What if you are getting an offer from Mollywood, same time you are getting an offer from Bollywood? Okay, Bollywood. Yeah. Which one do you pick? Which one will you choose? Bollywood or Bollywood or Hollywood? Malayalam? Yeah. എന്റെ അടുത്ത് അത് വേണ്ട. ചോദിച്ചാ അങ്ങോട്ട് ചോദിച്ചോ. അത് അങ്ങനെ ചോദിച്ചോ. I think it would depend on the story, my character, and how well would I be able to perform that character. So it would all depend on that, like On the story. yeah, the story. Did you Yeah. read the script before this film shooting? No. Since it was all in Malayalam, sir did not give me the script, but sir did explain me the entire story, and that's how I was like, okay, it's a very nice script. There's so many things happening parallelly, and so many characters are playing their own individual roles, so it was fun. And there was not a Hindi film at the same time. But one day. അയ്യോ അത് ഇവിടെ ആക്കിയാലും. അപ്പൊ ഞാൻ ഇങ്ങനെ അഡ്വാൻസ് കൈകൊണ്ടാണ് അന്ന് പ്രശ്നം ഉണ്ടായത്. പുള്ളി ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചിട്ട് സിനിമയുടെ ഫ്രെയിം ഒക്കെ വരച്ചിട്ട് എന്തായാലും രസമാണ്. ഈ സിനിമ എത്രാം തീയതിയാണ് റിലീസ്? 20-ാം തീയതി റിലീസാണ്. അപ്പോൾ 20-ാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ പ്രതീക്ഷ തരുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ. അത്രയും കൂടുതൽ നമുക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും കൂടുതൽ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമ ഈ ഇടയ്ക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആടിന് ശേഷം ഇതായിരിക്കും തോന്നുന്നു. ആടും അതേ അത്ര ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ? ദുരന്തറിലും പോലും ഇത്രയും പേരില്ല. രൺവീർ സിംഗ്, അക്ഷയ് ഖന്നയും പരിചയമുള്ള എത്ര പേര്? 2-3 പേരല്ലേ ഉള്ളൂ. ഇതിപ്പോ എല്ലാരും അറിയാലോ. എല്ലാവരും അറിയാമോ? അങ്ങനെ അല്ല ഇവിടെ വരാത്തൊരു 10-20 പേര് വേറെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് യഷ്നെ മാത്രമല്ലേ അറിയുള്ളൂ. ടോക്സിക്കിലടക്കം യഷ്നെ മാത്രമേ അറിയുള്ളൂ. അതെ അറിയില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത ഉണ്ണിലാൽ ഉള്ളതാണ്. ലാലു ലാലല്ലോ ലാലു ഉള്ളത് മറ്റേ ലാലേട്ടനും നീ എന്ത് വിഷയം ഉണ്ടെങ്കിലും നീ മുന്നോട്ട് പോവാ. ഇത് ഏത് ഉണ്ണിയോടാ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. നീ ഒന്നും പേടിക്കണ്ടാവില്ല. ഇത് എന്നോടല്ല, നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ?
അല്ല ഇന്റർവ്യൂവിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. എടുക്കരുതല്ല, എടുക്കുന്നുണ്ടോ തിരിച്ച് ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്ക് നല്ല മനസ്സാണ്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇവനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ഇനിയൊരു മലയാളത്തിൽ ചോദിക്കാം. മനസ്സിലായില്ല. मलयालम मालूम है? हाँ दे. थोड़ा थोड़ा. ये ध्यान कर नेगेटिव क्या है? नेगेटिव, पॉजिटिव नेगेटिव, नेगेटिव क्या है? പോസിറ്റീവ് പറഞ്ഞൂടാ. नेगेटिव. मेरा इतना सीन्स नहीं था ध्यान के साथ, तो मैं इतना ऐसे बता नहीं सकती. क्या क्या दिन में कुछ क्या रहा? നെഗറ്റീവ് हाँ. ये नहीं, I don't know him. he full as a negative only this person. man. I don't have much scenes with him, so I do not interact personally with him, so I don't know the positives and negatives in him. But yeah, as an actor, I know that he's very dedicated and a very funny person. negative answer. No. He asked me positive and negative. I am not like that. He is very dedicated when it comes to No, his but I think on the set he was. I think in this movie. yeah, he every movie he is dedicated. He just plays this, but he's actually you know very any negative about Unnilalu? Only negative. Positive नहीं है इसका सर. നെഗറ്റീവ് എനിക്ക് അറിയില്ല. എനിക്ക് How would I know? How will I tell in this interview? അയ്യോ You had many scenes with Unni, no? No, I we have had many shown. scenes with him. Any negative about this boy? വേറെ അങ്ങോട്ടാണ് പോയത്. ഞാൻ കറക്കി അവിടെ എത്തിച്ചെന്നുള്ളതാണ് കേട്ടോ. ചെരുപ്പ് എടുത്തു. Yes, I did. ചെരുപ്പ് Okay, guys. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. നല്ല സിനിമയായി മാറട്ടെ. എല്ലാവർക്കും സന്തോഷം. നമസ്തേ.